ഒരു വ്യക്തി യേശുവിനോട് ചോദിച്ചു, ഏറ്റവും വലിയ കൽപ്പന എന്തുവാണെന്നുള്ളത്. അന്നേരം യേശു എന്നാ മറുപടി പറഞ്ഞേ? യേശുവിന്റെ മറുപടി എല്ലാവരും ഒന്ന് തമിഴിലോ മലയാളത്തിലോ ഒന്ന് പറയാമോ? നിങ്ങളുടെ ദൈവമായ യഹോവേ, ഒന്നുറക്കെ പറഞ്ഞേ. ബൈബിള് വായിക്കുന്നവർ, വിശ്വാസികളായിട്ടുള്ളവരൊന്ന് പറഞ്ഞേ. എന്നാ മറുപടി പറഞ്ഞേ? ഞങ്ങളുടെ ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ സേവിക്കണം, സ്നേഹിക്കണം? പൂർണ്ണ ശക്തി. ഒന്നുറക്ക ശക്തിയോടൊന്ന് പറഞ്ഞേ. ശക്തി ഇല്ലയോ തമിഴ്നാട്ടില്? ഇവിടെ ആർക്കും ശക്തി ഇല്ലയോ? ഒന്നുറക്കെ പറഞ്ഞേ. പൂർണ്ണ ശക്തിയോടെ. ഇത്രയും പറഞ്ഞിട്ടു എന്നാ ഞാൻ മൈക്ക് മാറ്റിയിട്ടൊന്ന് പറയാം. എന്റെ ശബ്ദം നിങ്ങൾക്ക് അല്ലാതെ കേട്ടപ്പോ നിങ്ങൾക്ക് ശക്തി വന്നില്ലയോ? ഹല്ലേലൂയ. പൂർണ്ണ ആത്മാവോടെ എന്തോ ചെയ്യണം? ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ യേശുവെ ആരാധിക്കാം. പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ആർപ്പിൻ ഘോഷത്തോടെ യേശുവെ ആരാധിക്കാം. താളം മേളത്തോടെ വാദ്യഘോഷത്തോടെ ആർത്തുപാടി നമ്മൾ യേശുവെ ആരാധിക്കാം. താളം മേളത്തോടെ വാദ്യഘോഷത്തോടെ ആർത്തുപാടി നമ്മൾ യേശുവെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ശമരിയ സ്ത്രീയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പിതാവ് ആരെ അന്വേഷിക്കുന്നത്? പിതാവ് ആരെ അന്വേഷിക്കുന്നേ? ആരെങ്കിലും ബൈബിൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ വായിച്ചവരുണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ബൈബിൾ വായിക്കുന്നവരാരും ഇല്ല ഇവിടെ. പിതാവ് ആരെയാണ് അന്വേഷിക്കുന്നത്? തമിഴിൽ പറയാൻ എനിക്ക് അറിയത്തില്ല. പ്രസംഗരാണോ, പ്രാർത്ഥിക്കുന്നവരാണോ? എല്ലാരും വേണം. പക്ഷെ അവിടെ എന്തോ എഴുതിയേക്കുന്നേ? ആരെ അന്വേഷിക്കുന്നെന്നാ? സത്യ ആരാധകരെ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. സത്യ ആരാധകർ ആരാണെന്നുള്ള അവിടെ പരിഭാഷ എഴുതിയിട്ടുണ്ട്. എന്തുവാണ്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ് സത്യ ആരാധകർ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. സ്തോത്രത്തോടും സ്തുതികളോടും ദൈവത്തെ ആരാധിക്കാം. താളം മേളത്തോടെ വാദ്യഘോഷത്തോടെ ആർത്തുപാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ചേർന്ന് താളം മേളത്തോടെ വാദ്യഘോഷത്തോടെ
ചിന്തിക്കുന്നുണ്ടായിരിക്കും, എനിക്ക് കാര്യമായിട്ടൊന്നും സമ്പത്തില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ പാടേണ്ടത്? ദൈവം തന്നു എല്ലാം, എനിക്കൊന്നും തന്നിട്ടില്ല. എനിക്ക് വീടുമില്ല, വണ്ടിയില്ല, ചിലപ്പം മക്കളും ഇല്ലായിരിക്കും, ചിലപ്പം സ്വന്തക്കാരും ചാർച്ചക്കാരും വിട്ടേച്ചു പോയി കാണും. പക്ഷെ നമ്മൾ അതിനെ പറ്റിയല്ല പാടുന്നത്. ഇവിടെ ലോകപരമായുള്ള അനുഗ്രഹങ്ങളെ പറ്റിയല്ല നമ്മൾ പാടുന്നേ. ദൈവവചനത്തിൽ എഴുതിയേക്കുന്ന എഫേസ്യർ 1:3 നമ്മളെ സ്വർഗീയ സ്ഥാനത്തിൽ, ആമേൻ ഹല്ലേലൂയ, നമ്മളെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മളെ നിറച്ചേക്കുവാണ്, അനുഗ്രഹിച്ചിട്ടേക്കുവാണ്. ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി സ്വർഗീയ സ്ഥാനത്തിലെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മളെ നിറച്ചേക്കുവാണ്. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതുപോലെ എഫേസ്യർ 2:6 എഴുതിയേക്കുന്ന നമ്മളെ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുത്തിയേക്കുവാണ് യേശുവിനോട് കൂടെ. ആമേൻ. നിങ്ങൾ ഇവിടെ കസാരയിലല്ല ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? സ്വർഗ സ്ഥാനങ്ങളിൽ യേശുവിനോട് ചേർന്നിരിക്കുവാണ്. ഹല്ലേലൂയ. ശാരീരികമായി ഇവിടെ ആയിരിക്കും, പക്ഷെ ആത്മീകമായി നമ്മുടെ സ്ഥാനം അവിടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഉയർച്ചയെ പറ്റിയാണ് നമ്മൾ പാടുന്നത്. ആമേൻ. അല്ലെ ലോകപരമായ ഉള്ള പ്രൊമോഷനും അല്ലെ സമ്പത്തെ പറ്റിയല്ല നമ്മൾ പാടുന്നേ. ദൈവം നമ്മളെ ആത്മീക അനുഗ്രഹങ്ങളാൽ നിറച്ചു, നമ്മളെ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുത്തി. ഹല്ലേലൂയ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി ഇനി നമുക്ക് എല്ലാവർക്കും ഒന്ന് പാടാം. ദൈവം തന്നുവെല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ആരാധിക്കാം. ഞങ്ങൾ പാടിക്കാട്ടെ. ദൈവം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ ഒരു പ്രാവശ്യം കൂടി വിശ്വാസത്തോടുകൂടി. ദൈവം തന്നുവെല്ലാം, ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ, ദൈവത്തെ കരങ്ങൾ കൊട്ടിയാമേൻ. താളം മേളത്തോടെ, വാദ്യഘോഷത്തോടെ ആർത്തു പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളം മേളത്തോടെ, വാദ്യഘോഷത്തോടെ ആർത്തു പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളം മേളത്തോടെ, വാദ്യഘോഷത്തോടെ ആർത്തു പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ ആരാധിക്കാം. യേശുവേ ആരാധിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ കൊട്ടി ഒരു പ്രാവശ്യവും കൂടി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി കരേറ്റാം. ഹല്ലേലൂയ. മഹത്വം കരേറ്റാം. നമ്മളെ എത്രമാത്രം അനുഗ്രഹിച്ച് കർത്താവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.